കോടിക്കണക്കിന് രൂപ ചാക്കുകെട്ടുകളിൽ ബി.ജെ.പിയുടെ ഓഫീസിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്തെത്തിയത് എന്തിന്? തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറിയിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കണക്കുകളോ? എന്തൊക്കെയാണ് ആ വിവരങ്ങൾ? ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മുൻ യുവമോർച്ച ഭാരവാഹി വെളിപ്പെടുത്തുന്നത് അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ. ബി.ജെ.പി നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് മുൻ യുവമോർച്ച ഭാരവാഹി രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഘടനാ സെക്രട്ടറിയുടെ മുറിയിൽ 25 കോടിയുടെ കള്ളപ്പണം വന്നു എന്നാണ് ബി.ജെ.പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ട അക്ഷയുടെ ആരോപണം. CCTV ഓഫ് ചെയ്ത് പണം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചു. സംഘടനാ സെക്രട്ടറി KP സുരേഷ്, മുരളി കോളങ്ങാട്ട്, ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷൻ KK അനീഷ് കുമാർ എന്നിവർക്ക് വിവരങ്ങളെല്ലാം അറിയാമെന്നും അക്ഷയ് പറയുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന് പറഞ്ഞൊരു തുകയുണ്ടാകും. അതിലും കവിഞ്ഞ് പൈസ വരികയും വ്യക്തികൾ കേന്ദ്രീകരിച്ച് പൈസ കൊള്ളയടിക്കുകയുമാണ് ചെയ്തത് എന്നാണ് അക്ഷയ് ഇന്ന് മാധ്യമങ്ങളോട് തുറന്നടിച്ചത്. തിരുവനന്തപുരത്ത് ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തൃശൂരിൽ നിന്ന് ബി.ജെ.പിയെ വെട്ടിലാക്കുന്ന വലിയൊരു ആരോപണം ഇപ്പോൾ പുറത്തു വരുന്നത്. വ്യക്തികൾ എന്ന നിലയിൽ കോടികൾ ഇതിൽ നിന്നും സമ്പാദിച്ചു എന്നും അക്ഷയ് പറയുന്നു. സംഘടനാ സെക്രട്ടറി, ഡ്രൈവർ രാജേഷ്, മുരളി കൊളങ്ങാട്ടിൽ എന്നീ 3 പേരാണ് പൈസ കൈകാര്യം ചെയ്യുന്നത്. ഒരു വീടെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പൈസ അവിടെയാണ് വെച്ചിരുന്നത്. അവസാനം വന്ന 1 കോടിയോളം രൂപ ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ ബലോറോ കാറിലാണ് അവിടെ നിന്നും എടുത്തു കൊടുത്തു വിട്ടത്. അതിൽ എന്നെയും പങ്കാളിയാക്കിയിരുന്നു. അന്ന് സംഘടനാ സെക്രട്ടറി സുരേഷ് അവിടെ ഉണ്ടായിരുന്നില്ല. മുരളി കുളങ്ങാട്ടിന്റെ ഒപ്പം പോയി പൈസ എടുത്തു കൊടുക്കാൻ എന്നോട് സുരേഷ് നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് അക്ഷയുടെ വെളിപ്പെടുത്തൽ. വണ്ടിയിൽ പണമെടുക്കാൻ പോകുമ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ആ വീട്ടിൽ 4 ചാക്ക് കണ്ടത് എന്നും അക്ഷയ് വെളിപ്പെടുത്തുന്നു. ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് സംഘടനാ സെക്രട്ടറിയുടെയും മുരളി കുളങ്ങാട്ടിന്റെയും വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പണമടങ്ങിയ 17 ചാക്കോളം ഓഫീസിന്റെ മുകളിലത്തെ നിലയിലേക്ക് കയറ്റുകയായിരുന്നു എന്നും അക്ഷയ് വെളിപ്പെടുത്തുകയാണ്. ഓഫീസിലെ CCTV ഓഫ് ചെയ്യാൻ ജനറൽ സെക്രട്ടറി സുജയ് സെന്നാണ് തന്നോട് പറഞ്ഞത് എന്നും അക്ഷയ് പറയുന്നു. എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തൃശൂരിലെ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. 17 ചാക്കുകളിൽ 25 കോടിയോളം രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ മറവിൽ തൃശൂരിലെ ബി.ജെ.പി ഓഫീസിൽ എത്തി എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.